സേവാഭാരതി പാറോപ്പടിയുടെ ആഭിമുഖ്യത്തിൽ വാർഡ് 12-ലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വേദവ്യാസ വിദ്യാലയത്തിൽ നടന്ന പരിപാടി റിട്ടയർഡ് ആർമി നഴ്സിംഗ് ഓഫീസർ ശോഭന പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കെ സനിൽ അധ്യക്ഷത വഹിച്ചു. അരുൺ പുളിക്കൽ, രമേശ് മാണിക്കണ്ടി, സരിത പറയേരി, കെ വി നാരായണൻ, ടി കെ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉപഹാരം സമ്മാനിച്ചു. സേവാഭാരതി ജില്ലാ വാർഷിക പൊതുയോഗവും ഇതോടനുബന്ധിച്ച് നടന്നിരുന്നു. നമ്മുടെ ആയുധം സേവനമാണ്. ഒരിക്കലും അവിടെ കാർക്കശ്യമോ ആവശ്യമില്ലാത്ത സാങ്കേതികത്വമോ പറഞ്ഞാൽ അവിടെ തീർന്നു നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനം, സേവാഭാരതിയുടെ മനസ്സെന്ന് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കുകയും വേണം. അതേപോലെ തന്നെ അച്ചടക്കവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമ്മളൊരു സംഘടനയാണ്. ചില ആളുകൾക്ക് കൂടുതൽ കഴിവുണ്ട്. അപ്പോൾ കഴിവുള്ള ആളുകൾക്ക് തോന്നും സംഘടന കുറച്ച് അന്യം പുറകിലാണെന്ന് തോന്നും. അത് ആളുടെ മാത്രം കുഴപ്പമാണ്. സംഘടന ഒരിക്കലും പുറകിലല്ല. കാരണം സംഘടന യാത്ര തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഈ സംഘടനയല്ലേ ഇത്രയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചത്? സേവാഭാരതിയുള്ള സംവിധാനം ഇല്ലാത്ത സമയത്തും ഇവിടെ ആയിരക്കണക്കിന് സേവനങ്ങൾ സംഘം ചെയ്തിട്ടില്ലേ? എത്ര ആളുകൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. സേവാഭാരതിയുടെ അല്ലെങ്കിൽ സേവനം ചെയ്തുകൊണ്ട് എത്ര ആളുകളുടെ ജീവിതം നമ്മൾ കൈപ്പിടിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും എൻ്റെ കഴിവ് സംഘടനയുടെ കഴിവുകേടായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ വേണ്ടി പാടില്ല. കുറച്ച് കഴിവുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ വട്ടത്തിനുള്ളിൽ നിൽക്കുക എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട അച്ചടക്കമുള്ള അനുശാസനമുള്ള ഒരു കാര്യകർത്താവിൻ്റെ മൗലികമായ അവകാശമാണ്, അല്ലെ കടമയാണ്.